ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മീനാക്ഷി നന്ദിനിയെ പറയുന്നുണ്ട്, ഇത് ശരിക്കും ദേവിയാണ്, സാക്ഷാൽ ദേവിയാണ്, അതുകൊണ്ട് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. ജയറാം പറയുന്നുണ്ട്, എന്നാലും എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണല്ലോ എന്നൊക്കെ. നന്ദിനി അപ്പോൾ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ദേഷ്യമൊന്നുമില്ല, അമ്മയുടെ മനസ്സൊരുക്കുന്നത് ഞാൻ കണ്ടതാണെന്നൊക്കെ പറയുന്നു. ഇങ്ങോട്ട് വന്നില്ലെന്നേ ഉള്ളൂ, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കണ്ണുനീർ വരാതെ കരയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് അവിടേക്ക് ഗിരി വരുന്നുണ്ട്. ഗിരി എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗിരിയെ കാണുമ്പോൾ ജയറാമിന് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നന്ദിനി പറയുന്നുണ്ട്, ബില്ല് പേ ചെയ്യണമല്ലോ, ഞാൻ പോയിട്ട് വരാമെന്ന്. ഗിരി അപ്പോൾ പറയുന്നുണ്ട്, കാർത്തിക് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഗിരി പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന്. ആ സമയത്ത് ജയറാം ചോദിക്കുന്നുണ്ട്, കാർത്തിക് എന്താണ് വരാഞ്ഞതെന്ന്. മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട്, അർജന്റായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്, അവിടെ വർക്കുണ്ടെന്നൊക്കെ പറയുന്നു. ഗിരി ജയറാമിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതേ സമയത്ത് ചെമ്പകമംഗലത്ത് കൈമളാണെങ്കിൽ ജയറാമിനെ കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് സാവിത്രി കൈമളോട് പറയുന്നുണ്ട്, ജയേട്ടനെങ്കിലും രക്ഷപ്പെട്ടല്ലോ, സമാധാനമായെന്നൊക്കെ. കൈമൾ അപ്പോൾ സാവിത്രിയോട് പറയുന്നുണ്ട്, നിനക്ക് നല്ല മാറ്റമുണ്ടല്ലോ, നീ ഫുള്ള് പോസിറ്റീവായല്ലോ, മക്കൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടമെന്നൊക്കെ പറയുന്നു. ജയറാം വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ കൈമളും സാവിത്രിയും അടുത്തേക്ക് ചെല്ലുന്നു. സാവിത്രി ജയറാമിനെ ഏട്ടാന്ന് വിളിക്കുന്നു. ജയറാം പറയുന്നുണ്ട്, ഏട്ടാന്ന് വിളി കേട്ടപ്പോഴേ ഒരുപാട് സന്തോഷമായെന്നൊക്കെ. രാജലക്ഷ്മി അമ്മയും കുറച്ച് ദൂരെയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. ഗിരീഷ് പറയുന്നുണ്ട്, ഒരുപാട് നേരം ഇങ്ങനെ ജയറാം നിൽക്കാൻ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്, റെസ്റ്റ് എടുക്കാം, ഔട്ട് ഹൗസിലേക്ക് പോകാമെന്ന് പറയുന്നു. ആ സമയത്ത് കൈമൾ പറയുന്നുണ്ട്, ഇനി ഔട്ട് ഹൗസിലേക്കൊന്നും പോകണ്ട, ഈ വീട്ടിലേക്ക് കയറിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് കയ്യിൽ പിടിക്കുന്നു. സാവിത്രി അപ്പോൾ പറയുന്നുണ്ട്, കയറാൻ വരട്ടെ, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയിട്ട് ആരതിയുമായിട്ട് വരുന്നുണ്ട്. സാവിത്രി വന്ന് ജയറാമിനെ ആരതി ഒഴിഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. രാജലക്ഷ്മി അമ്മ ദൈവത്തോട് നന്ദി പറയുന്നുണ്ട്, ഒരു പോറലും ഏക്കാതെ എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ശേഷം കാണിക്കുന്നത് ജയറാമിന് കോഫിയുമായിട്ട് കാർത്തിക് ചെല്ലുന്നുണ്ട്. കൂടെ മീനാക്ഷിയും ചെല്ലുന്നുണ്ട്. വല്യമ്മാവാന്ന് വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. ജയറാം അപ്പോൾ പറയുന്നുണ്ട്, പല സമയത്തും പലതാണല്ലോ വിളിക്കുന്നത്, വല്യമ്മാവാന്ന് വിളിക്കും, അങ്കിളെന്ന് വിളിക്കുമല്ലോ എന്നൊക്കെ പറയുന്നു. കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇനിയും തൊട്ട് വല്യമ്മാവാന്നേ വിളിക്കുന്നുള്ളൂ, മീനാക്ഷിയെ കെട്ടിയത് കൊണ്ട് അങ്ങനെ വിളിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നു. എൻ്റെ അമ്മായിയപ്പൻ കൂടിയല്ലേ എന്നൊക്കെ പറയാണ്. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തുള്ളവരും വരുന്നുണ്ട്. സാവിത്രിയും എല്ലാവരോടും തൽക്കാലം സ്നേഹമായിട്ട് സംസാരിക്കാമെന്നൊക്കെ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ സംശയിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട്. സാവിത്രി പറയുന്നുണ്ട്, എനിക്ക് തെറ്റുപറ്റി, എന്തായാലും വീടിന് കുറുകെ കെട്ടിയിരിക്കുന്ന കയർ അഴിച്ചു മാറ്റണമെന്നൊക്കെ പറയുന്നു. സാവിത്രി ജയറാമിനോട് പറയുന്നുണ്ട്, ജയറാമേട്ടൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ജയറാമേട്ടനോട് ഒരുപാട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ജയറാം അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല എന്നൊക്കെ. കൈമളപ്പോൾ പറയുന്നുണ്ട്, ഈ വീട്ടിൽ വീണ്ടും ഐശ്വര്യമൊക്കെ വന്നു തുടങ്ങിയെന്നൊക്കെ. സാവിത്രിയുടെ മാറ്റം കണ്ടിട്ട് എല്ലാവരും സന്തോഷിക്കുകയാണ്. രാജലക്ഷ്മി അമ്മ കാർത്തിക്കിനോട് പറയുന്നുണ്ട്, എൻ്റെ മകൻ ജയറാമിനെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെങ്കിലും അവരെ കണ്ടുപിടിച്ചിരിക്കണമെന്ന്, അവരെ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ശരിക്കും എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. രാജലക്ഷ്മി അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ സാവിത്രിക്ക് ടെൻഷൻ ആകുന്നു. ശേഷം കാണിക്കുന്നത് വൈശാഖിനെയാണ്. വൈശാഖ് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈശാഖിന് കോൾ വരുന്നുണ്ട്. മൈഥിലി ആ കോൾ എടുക്കുന്നു. കൃഷ്ണമൂർത്തി എന്ന പേര് കണ്ടിട്ടാണ് മൈഥിലി എടുക്കുന്നത്, പക്ഷെ ഫോണിൽ സംസാരിക്കുമ്പോൾ പെൺകുട്ടിയാണ് സംസാരിക്കുന്നത്, കൃഷ്ണ എന്ന പേരിൽ. പെൺകുട്ടി വൈശാഖാണ് എടുത്തിരിക്കുന്നതെന്ന് കരുതി വൈശാഖിനെ വഴക്ക് പറയുകയാണ്, നീ ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. മൈഥിലി നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് ആ പെൺകുട്ടിയും ദേഷ്യത്തോടെ നീ ആരാണെന്ന് ചോദിക്കുന്നു. മൈഥിലി ഇപ്പോൾ ഞാൻ വൈശാഖിന്റെ ഭാര്യയാണെന്ന് പറയുന്നു. ഉടനെ തന്നെ ആ പെൺകുട്ടി ഫോൺ കട്ട് ചെയ്യുന്നു. വൈശാഖ് കുളിച്ചിട്ട് വരുമ്പോൾ മൈഥിലി ആണെങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. വൈശാഖ് അപ്പോൾ നിന്റെ തെറ്റിദ്ധാരണയാണെന്നൊക്കെ പറയുന്നു. മൈഥിലി അപ്പോൾ പറയുന്നുണ്ട്, നീ ഓരോ പേരിലും സേവ് ചെയ്തിരിക്കുന്നതെല്ലാം പെൺകുട്ടികളുടെ നമ്പരാണ്, നീ എന്നെ ശരിക്കും ചതിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. മൈഥിലി പറയുന്നതൊക്കെ കേട്ടിട്ട് ഇഷ്ടപ്പെടാതെ വൈശാഖ് അവിടെ നിന്നും പോകുന്നു. വൈശാഖ് പോയതിനു ശേഷം മൈഥിലി വിചാരിക്കുന്നുണ്ട്, ഇവൻ ഭയങ്കര സ്വാർത്ഥനാണ്, അത് മാത്രമല്ല നല്ല കള്ളുകുടിയനും ഇപ്പൊ പെണ്ണുപിടിയനുമായി മാറിയിരിക്കുകയാണെന്നൊക്കെ. കാർത്തിക്കിന്റെ അടുത്തേക്ക് മീനാക്ഷി ചെല്ലുന്നു. മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടിമയോ അതുപോലെ വേലക്കാരിയോ ആണോ എന്ന്. കാർത്തിക് പറയുന്നുണ്ട്, ആ പീരീഡൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എന്റെ സ്നേഹനിധിയായ ഭാര്യയാണെന്നൊക്കെ പറയുന്നു. മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ചില കടമകളൊക്കെ ചെയ്യണ്ടേ എന്ന്.
കാർത്തിക് അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇനി ഞാൻ എന്ത് കടമയാണ് ചെയ്യേണ്ടതെന്ന്. മീനാക്ഷി അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലമായിട്ട് എന്ത് കടമയാണ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്